ഹലോ ഗൈസ്, അപ്പോൾ ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഞങ്ങളുടെ ചർച്ചാ വിഷയം എന്ന് പറയുന്നത് എക്സ്പെക്ടേഷൻസ് ഇൻ എ റിലേഷൻഷിപ്പ്. അപ്പോൾ എക്സ്പെക്ടേഷൻസ് ഏറ്റവും കൂടുതൽ ഉള്ളത് നമുക്കില്ലാന്നല്ല, കൂടുതലുള്ളത് പെൺകുട്ടികൾക്കാണ്. അതുകൊണ്ട് ഗോവി തന്നെ പറയട്ടെ, എന്തൊക്കെയായിരുന്നു നിന്റെ എക്സ്പെക്ടേഷൻസ്? ഞാൻ തന്നെ തുടങ്ങാം. അതായത് പ്രീമിക്സ് നടന്ന സമയത്ത് ഇതുങ്ങൾ വന്നിട്ട് കഴിച്ചോ, ഉണ്ടോ, ഉറങ്ങിയോ, അയ്യോ മുറിഞ്ഞോ, ചായയിൽ ചൂടുണ്ടായിരുന്നു, ഇങ്ങനെയൊക്കെയുള്ള ഭയങ്കര കേറാട്ടം കളിയാ. പക്ഷെ കല്യാണം അങ്ങോട്ട് കഴിഞ്ഞു കഴിയുമ്പം ചോറിൽ ഉപ്പില്ല, കറിയിൽ ഉപ്പില്ല, കറി കൊള്ളില്ല, ചോറ് കൊള്ളില്ല, ചോറ് എവിടെ, ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് അല്ലാതെ ഈ വക ചോദ്യങ്ങൾ ഞാൻ കേട്ടിട്ടില്ല. അപ്പൊ ഇതൊക്കെ ഒരു പ്രശ്നമാണോ? ഇതൊക്കെ നോർമലാണ്. അതെ, ഇതൊക്കെ നോർമലാണ്. കാരണം നമ്മൾ പ്രേമിച്ച് നടന്നിരുന്ന സമയത്ത് നമ്മൾ വളരെ ബുദ്ധിമുട്ടി. ഇതുങ്ങളുടെ ഒരു അറ്റൻഷൻ നമുക്ക് കിട്ടണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഭയങ്കര കെയർ ആയിട്ട് കളിക്കും. നമ്മുടെ സകലമായ എനർജിയും അതിൽ ഇൻവെസ്റ്റ് ചെയ്ത് നമ്മുടെ കൂട്ടുകാരുടെ പോലും ടൈം സ്പെൻഡ് ചെയ്യൂല. അത്രയും നാള് ഇങ്ങനെ കുന്തളിച്ച് നടന്നിരുന്നതൊക്കെ ഒഴിവാക്കി നമ്മുടെ സർവ്വശക്തിയും എടുത്ത് ആ ഒരു അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട്, നമ്മൾ ആ ഒരു സീരിയസ് റിലേഷൻഷിപ്പിലോട്ട് കയറാനും വേണ്ടി, ഒന്ന് കയറി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ സകലമായ എനർജി അതിൽ ഇൻവെസ്റ്റ് ചെയ്യും. ആക്ച്വലി അത് ഇവരുടെ എക്സ്പെക്ടേഷനെ വളരെ ഹൈ ആക്കും. അത് നമ്മുടെ ലൈഫ് ലോങ് നമ്മൾ അങ്ങനെയാണ് എന്നൊരു തെറ്റിദ്ധാരണ ഉണ്ടാവും. പക്ഷെ ആക്ച്വലി നമ്മുടെ ഒരു നോർമൽ ബിഹേവിയറിൽ നിന്നാൽ നമ്മുടെ കയ്യിലിരിപ്പിന് ചിലപ്പോൾ നമ്മുടെ കൂടെ വന്നു വരില്ല. അതുകൊണ്ട് നമ്മൾ മറ്റൊരു മനുഷ്യനായി മാന്യനായി അഭിനയിച്ചെന്നല്ല, ആക്ച്വലി അങ്ങനെയാണോ അപ്പൊ നമ്മളൊരു മാന്യനായൊക്കെ കാണിച്ച് നമ്മൾ ആ റിലേഷൻഷിപ്പിലേക്ക് കയറും. അവിടെ ഇവരായാലും നമ്മളായാലും നമ്മുടെ പോസിറ്റീവ് വശങ്ങൾ മാത്രമേ നമ്മൾ തുറന്ന് കാണിക്കുള്ളൂ. റിലേഷൻഷിപ്പിലായിരിക്കുന്ന സമയത്ത് നമ്മൾ ആ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ കാണിക്കുള്ളൂ. അപ്പൊ ഇവർക്കൊരു നെഗറ്റീവ് വശം എല്ലാവർക്കും ഉണ്ട്, ഉണ്ട്, നമുക്കും ഉണ്ട്. പക്ഷെ നമ്മളെപ്പോഴും ഗേൾസ് എപ്പോഴും അവരുടെ ആ ഒരു എക്സ്പെക്ടേഷൻ ഹൈ ആയിട്ട് വെച്ചിട്ട് അവരുടെ നല്ലത് മാത്രമേ നമ്മൾ എടുത്തോണ്ടിരിക്കുള്ളൂ. അപ്പം ഇത് ഈ പറഞ്ഞ പോലെ ദിസ് ഗോസ് ബോത്ത് വേസ്. നമ്മുടെ എക്സ്പെക്ടേഷൻസ് ഭയങ്കരമായിരിക്കും. ഈ പെൺകുട്ടികളൊക്കെ ഭയങ്കര ക്യൂട്ടായിട്ട് കാണിച്ചിട്ട് നമ്മൾ വിചാരിക്കും ലൈഫ് ലോങ് ഇവർ അടിപൊളിയായിരിക്കും, ഇങ്ങനെ നല്ല രസമായിരിക്കും, ഭയങ്കര ക്യൂട്ടായിട്ടൊക്കെ നല്ല. അത് പറയണം. അപ്പോൾ ഇവര് ഭയങ്കര ക്യൂട്ടാണെന്ന് നമുക്ക് ഫീൽ ചെയ്യും. ക്യൂട്ട് മീൻസ് ഭയങ്കരമായിട്ട് ഒരു സ്നേഹമൊക്കെ തോന്നുന്ന രീതിയിൽ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ നമ്മളെപ്പോഴും ഭയങ്കര കെയറിങ് ഒക്കെ ഇവരും തിരിച്ച് കാണിക്കും. നമ്മള് അപ്പൊ ഇവരും അങ്ങനെ ഭയങ്കര കെയർ കാണിക്കും. അപ്പൊ നമ്മൾ വിചാരിക്കും ഓ നൈസ്, അപ്പോൾ ഈ ലൈഫ് അടിപൊളിയായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇവരും നമ്മളുടെ എക്സ്പെക്ടേഷൻസ് കൂടും. പക്ഷെ ഇവർക്ക് അത്ര കൂടുതൽ കേട്ടോ, ഇവർ ഭീകരമായിട്ട് കുട്ടികളെ. അപ്പം നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറെ കൂടെ ഭയങ്കരമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ആ പ്രണയിക്കുന്ന സമയം അത്രയും നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ ആ ഒരു സീരിയസ് റിലേഷൻഷിപ്പിലോട്ട് കയറിയതിന് ശേഷം നമ്മളൊന്ന് റിലാക്സ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേരുടെയും യഥാർത്ഥ സ്വഭാവങ്ങൾ പുറത്തു വരാൻ തുടങ്ങും. നമ്മൾ റിലാക്സ് ചെയ്യില്ല, ഇവര് റിലാക്സ് ചെയ്യും. അതെ, ഞങ്ങൾ നന്നായിട്ട് അങ്ങ് റിലാക്സ് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ യൂഷ്വലി നമ്മുടെ ലൈഫിൽ എങ്ങനെയൊക്കെയാണോ പൊക്കോണ്ടിരുന്നത് ആ ഒരു ലെവലിലേക്ക് താഴും. നമ്മൾ യൂഷ്വലി നമ്മൾ കാണുന്ന കൂട്ടുകാരൊക്കെ തിരിച്ച് കാണാൻ തുടങ്ങും. രാത്രി നമുക്ക് തന്നോണ്ടിരുന്ന ആ ടൈം ഇവര് ബാക്കിയുള്ള കാര്യങ്ങളിലോട്ട് അങ്ങ് സ്പ്ലിറ്റ് ചെയ്യും. കാരണം ഓക്കെ, നമ്മൾ ആഗ്രഹിച്ച പെൺകുട്ടിയെ നമുക്ക് കിട്ടി, അപ്പോൾ ഇനി ബാക്കി നമ്മളുടെ പഴയ ഉണ്ടായിരുന്ന ലൈഫിലേക്ക് നമ്മൾ തിരിച്ചു പോകും. കൂട്ടുകാരെ കാണുന്നതും വീട്ടുകാരെ കാണുന്നതും നാട്ടുകാരെ കാണുന്നതും ബാക്കിയുള്ളവരുടെ കാര്യങ്ങൾ തലയിടുന്നതും എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യും. അപ്പൊ നമ്മളെവിടെ നിൽക്കുകയാണ്, ഇവിടെ തന്നെ നിൽക്കുകയാണ്. നമ്മളിങ്ങനെ താഴെ വന്നു. അപ്പോഴാണ് ചെറിയൊരു പ്രശ്നം ഉണ്ടാവുക. അതായത് അവർ എക്സ്പെക്ട് ചെയ്ത് അത്ര നമ്മൾ വരുന്നില്ലല്ലോ എന്ന് ഉള്ള ഒരു അവസാനം വരും. അപ്പൊ അങ്ങനെ വരുമ്പോ യൂഷ്വലി ഇത് നമ്മളവിടെ തുടങ്ങി വെക്കുക. അപ്പോഴാണ് ശരിക്കും പറഞ്ഞ ഇവരുടെ യഥാർത്ഥ സ്വഭാവം പുറത്ത് വന്ന് തുടങ്ങുക. അപ്പോൾ ഇവര് വഴക്കുണ്ടാക്കാൻ തുടങ്ങുന്നതും ഇവരുടെ ഭാഷകൾ തുടങ്ങുന്നതും ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ഇങ്ങനെ ഈഗോ പിടിച്ചു വെച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങുന്നതും അവിടെയാണ്. അപ്പം നമുക്ക് തോന്നി തുടങ്ങും, ഈശ്വര ഇതെന്താണ്, ഇവള് ഇത്ര ക്യൂട്ടല്ലേ? ആക്ച്വലി നമ്മള് എന്താ പറയാ, ഇത്രയും എക്സ്പെക്ടേഷൻ ഒക്കെ നമുക്ക് തന്നിട്ട് നമ്മൾ പെട്ടെന്ന് എന്താ പറയുക ഒരു ഒറ്റപ്പെടൽ തോന്നും. അതായത് മാരേജ് കഴിഞ്ഞ് നമ്മൾ ഇവരുടെ വീട്ടിലോട്ട് വരികയാണ് എല്ലാ പെണ്ണുങ്ങളും. അപ്പോൾ അവിടെ നമുക്ക് പുതിയൊരു എൻവയോൺമെന്റ് ആണ്, പുതിയൊരു എന്താ പറയുക പുതിയ ആൾക്കാർ. അപ്പോൾ നമ്മൾ ഫുള്ളി ഡിപ്പെൻഡൻ്റ് ഓൺ പാർട്ട്ണർ ആയിരിക്കും. അപ്പോൾ
എന്താ പറയുക, ഇവര് പക്ഷെ ഇവരുടെ ടൈം വേറുള്ള കാര്യങ്ങളിലോട്ട് പോകുമ്പോൾ നമുക്ക് നമ്മുടെ ടൈം ഫുള്ളായിട്ട് ഇവരിലേ കൊടുക്കാനുള്ളൂ. പക്ഷെ ഇവർ അവൈലബിൾ ആവില്ല, പണ്ടത്തെ പോലെ അവൈലബിൾ ആകില്ല. അപ്പം നമുക്ക് എന്ത് ചെയ്യും, ഈ ഒരു ഒറ്റപ്പെടൽ ഫീലും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവും, സ്വാഭാവികം. അതാണ് ചെറിയൊരു, പിന്നെ ഒരു ഓവർ തിങ്കിങ് കൂടെ കയറി വരും. ഓവർ തിങ്കിങ് കൂടെ ഇങ്ങനെ കയ്യപ്പാവുമ്പം തീർന്ന് നമ്മൾ അങ്ങോട്ട് ചിന്തിച്ച് കൂട്ടിയിട്ട് ഇവരുടെ മണ്ടയ്ക്ക് കയറും, സ്വാഭാവികം. അപ്പോൾ നമുക്കും തോന്നും ഇവര് ഇതെന്താ ഇങ്ങനെയൊക്കെ എന്നൊക്കെ. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നമ്മുടെ നോർമൽ ലൈഫിലേക്ക് തിരിച്ചു പോവുകയാണ് ചെയ്തത്. നമ്മൾ വളരെ സ്മൂത്തായിട്ട് പോവുകയും ചെയ്യും, നൈസായിട്ട്. പക്ഷെ ഇവർ കംപ്ലീറ്റ്ലി നമ്മുടെ വീട്ടിലോട്ട് വരിക, അല്ലെങ്കിൽ നമ്മളുടെ ആൾക്കാരുടെ അടുത്തോട്ടാണ് യൂഷ്വലി പെൺകുട്ടികൾ നമ്മളുടെ സൈഡിലോട്ടാണല്ലോ വരുന്നത്. അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ടാണെങ്കിലും പെൺകുട്ടികൾ നമ്മളുടെ സൈഡിലോട്ട് വരുമ്പോഴത്തേക്ക് അവർക്ക് എല്ലാം പുതിയതാണ്. അവർക്കെല്ലാം ഒന്ന് അഡ്ജസ്റ്റ് ആയി വരാൻ കുറെ സമയം എടുക്കും. അവർക്ക് അവിടെ പുതിയ കൂട്ടുകാരെ കണ്ടുപിടിക്കണം. പക്ഷെ പലരും ആ കാര്യം മറന്നു പോകും. പാർട്ട്ണർ ആ കാര്യം മറന്നിട്ട് ആ പാർട്ട്ണർ വിചാരിക്കും ഓക്കെ അവള് കംഫർട്ടബിൾ ആണ്, നമ്മൾ അവളോട് ഉണ്ടല്ലോ, അപ്പൊ അവളങ്ങ് അഡ്ജസ്റ്റ് ആയിക്കോളും എന്ന് വിചാരിച്ച് അവരും അവരുടെ വഴിക്കങ്ങ് പോകും. പക്ഷെ അവിടെയാണ് ട്വിസ്റ്റ്. അവരങ്ങനെ അഡ്ജസ്റ്റ് ആവില്ല. അവർക്കൊരു എന്തോ ഒരു കുറവില്ലേ ഇവിടെ എന്ന് തോന്നും. എന്തോ ഒരു കുറവല്ല, നമ്മളുടെ കുറവാണ്. അത് ആ ഒരു ഗ്യാപ്പ് അവിടെ ഫീൽ ചെയ്യുമ്പോഴാണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. അപ്പോൾ ഒരിക്കലും നമ്മളെ വീട് പോലെ വരില്ല വേറൊരു വീടും. അപ്പൊ അവരുടെ വീട്ടിൽ തന്നെയാണല്ലോ, അവര് ജനിച്ചു വളർന്ന വീട്ടിൽ സുഖമാണല്ലോ അവര് നിക്കുന്നത്. പക്ഷെ നമുക്ക് അങ്ങനെയല്ല. അപ്പൊ അത് എല്ലാ ആൾക്കാരും അത് മനസ്സിലാക്കേണ്ടതുണ്ട്, അല്ലെങ്കിലാണ് ഈ പ്രോബ്ലംസ് ഒക്കെ വരിക. അവിടെയാണ് നമുക്ക് ഈ ഒറ്റപ്പെടലും, നമുക്ക് ചിലപ്പോ അങ്ങോട്ട് ഒത്ത് എല്ലാ കാര്യങ്ങളും ഇഴുകിച്ചേരാൻ കുറച്ച് ബുദ്ധിമുട്ട് വരും. അപ്പൊ ഇതിന് എന്താ ഒരു സൊല്യൂഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും, ഇപ്പോൾ പെൺകുട്ടികൾ ഈ പറയുന്ന പോലെ ഇത്രയും വലിയ എക്സ്പെക്ടേഷനായിട്ട് വരുന്നു. നമ്മൾ ഓൾറെഡി നൈസായിട്ട് താന്ന് നമ്മുടെ തനി സ്വഭാവം കാണിച്ചു തുടങ്ങി. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മളൊന്ന് ഒരു കോംപ്രമൈസിലോട്ട് എത്തുന്നതാണ് നല്ലത്. അതായത് പെൺകുട്ടികൾ മനസ്സിലാക്കുക ഇത്രയൊന്നും ഇല്ല, അതായത് ഈ കെയർ കാണിക്കുന്നതൊന്നും അല്ല ആക്ച്വൽ എന്നുള്ളത് മനസ്സിലാക്കുക. കാരണം നമ്മൾ പ്രേമിച്ച് നടന്നിരുന്ന സമയത്ത് കാണിച്ചുകൊണ്ടിരുന്ന കെയറും സ്നേഹവും ഒക്കെ ജീവിതകാലം മുഴുവൻ അതേ ലെവലിൽ കാണിക്കുക എന്ന് പറയുന്നത് യൂഷ്വലി എക്സോസ്റ്റിംഗ് ആണ്. അങ്ങനെ കാണിക്കുന്ന പലരും ഉണ്ടാവും, ഞാൻ അവരാരെയും കുറ്റപ്പെടുത്തുന്നില്ല, വളരെ നല്ല കാര്യം. പക്ഷേ യൂഷ്വലി അത് വളരെ എക്സോസ്റ്റിംഗ് ആണ് മെൻ്റലി. നമുക്ക് അങ്ങനെ കഴിയില്ല ഒരാളിൽ തന്നെ എപ്പോഴും 24 മണിക്കൂർ നമ്മളിങ്ങനെ കഴിച്ചോ ഉണ്ടോ ചായയൊക്കെ ചൂടുണ്ടായിരുന്നോ ഈ പറഞ്ഞ പോലെ സാധനങ്ങൾ നമ്മൾ കഴിച്ചോണ്ടിരിക്കാൻ പറ്റില്ല. അത് പ്രാക്ടിക്കലും അല്ല. അതെ. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് നമ്മൾ കുറച്ച് താഴുക, എന്നിട്ട് ഒരു കംഫർട്ട് സോൺ കണ്ടുപിടിച്ച് അവിടെ ഇവർക്കൊരു സ്പേസ് കൊടുക്കുക. ഇവർക്ക് പൊതുവെ ഒരു സ്പേസ് ആണ് ആവശ്യം, കുറച്ച് സമയം, അല്ലെങ്കിൽ കുറച്ച് എന്താ പറയുക ഈ റിയാലിറ്റിയിലോട്ട് വരാനുള്ള കുറച്ച് സമയവും. അതുപോലെ നമ്മളെ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം കേട്ടോ, എന്താണ് നമ്മുടെ പ്രശ്നം എന്ന് പറയാൻ വേണം. എന്നിട്ട് അവർക്കൊരു സ്പേസ് കൊടുക്കുക. ഇതുപോലുള്ള, അതായത് അവർ യൂഷ്വലി ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളെ നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്യാതെ അതിനെ അവരെ അനുവദിച്ചുകൊണ്ട് തന്നെ മനസ്സിലാക്കിക്കാൻ ശ്രമിക്കുക. അപ്പൊ അവര് കുറച്ചുകൂടെ എന്താ പറയാ നമ്മളിലോട്ടും കണക്റ്റ് ആവും, നമ്മൾ അവരിലോട്ടും കണക്റ്റ് ആവണം. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരുവിധം ഈ പ്രശ്നം സോൾവ് ആക്കാം അല്ലേ? അതെ. അപ്പൊ നമുക്ക് ഇതിനെ ഒരു ഫോണായിട്ട് കൺസിഡർ ചെയ്യാം. നമ്മുടെ റിലേഷൻഷിപ്പിനെ ഒരു ഫോണായിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫോണിന് ഒരു ചാർജ് ഉണ്ടാവും. ഉദാഹരണത്തിന് 100% ചാർജ് ഉണ്ടെന്ന് വിചാരിക്കുക. നമ്മളത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ചാർജ് കുറഞ്ഞു പോകും. നമ്മളൊരു 20% ഒക്കെ ആകുമ്പോൾ നമ്മളത് കുത്തിയിടും, വീണ്ടും ചാർജ് ചെയ്ത് കയറ്റും. ഇതുപോലെ തന്നെയാണ് നമ്മുടെ റിലേഷൻഷിപ്പും. എന്നും ഈ മുഖം തന്നെയല്ലേ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടോണ്ടിരിക്കണേ. അപ്പോൾ നമ്മൾ യൂഷ്വലി നമ്മുടെ ഒരു റിലേഷൻഷിപ്പിന്റെ എനർജി ഇങ്ങനെ താന്ന് വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അത് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യുക. ഒന്നല്ലെങ്കിൽ അത് സംസാരിക്കുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അല്ല ഫാമിലിയായിട്ടൊന്ന് പുറത്തു പോവുക, ഒന്ന് എൻജോയ് ചെയ്യാനും റിലാക്സ് ചെയ്യാനും. അല്ലെങ്കിൽ ഒരു ഗ്യാപ്പ് ആയിരിക്കും ചിലപ്പോൾ രണ്ടുപേർക്കും വേണ്ടത്. ആ ഗ്യാപ്പ് കൊടുക്കുക, എന്നിട്ട് അത് ചാർജ് ചെയ്യുക. ചാർജ് ചെയ്തിട്ട് നമ്മൾ തിരിച്ച് ആ ഒരു ലെവലിലേക്ക് എത്തിക്കുക. അതല്ല നമ്മൾ ഈ പറയുന്ന പോലെ അത് അങ്ങനെ പോട്ടെ, അവൾ എങ്ങനെയാ പോട്ടെ, യമ എങ്ങനെയാ പോട്ടെ എന്ന് പറഞ്ഞ് വിടുമ്പോഴത്തേക്ക് ഈ സാധനം ഉണ്ടല്ലോ ഇങ്ങ് താന്ന് ഈ സാധനം സ്വിച്ച് ഓഫ് ആവും. പിന്നെ അതൊന്ന് സ്റ്റാർട്ടാക്കി എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിലും നല്ലത് ഒരു സൈക്കിൾ പോലെ, ഈ സാധനം താഴോട്ട് പോകുന്നു, നമ്മൾ ചാർജ് ചെയ്ത് മേളിൽ കയറ്റുന്നു, താഴോട്ട് പോകുന്നു, നമ്മൾ ചാർജ് ചെയ്ത് മേളിൽ കയറ്റുന്നു. ഇങ്ങനെ തന്നെ റിലേഷൻഷിപ്പ് പോകുള്ളൂ. അല്ലാതെ ആരുടെയും റിലേഷൻഷിപ്പ് എനിക്ക് തോന്നുന്നില്ല നേരെ മേളോട്ടോ അല്ലെങ്കിൽ ഒരേ ലെവലിൽ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് ഒരു എഫേർട്ടും വിടാതെ നേരെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാന്ന് പറയുന്നത് കുറച്ച് പാടാണ്. നിനക്ക് തോന്നുന്നത്? ശരിയാണ്. എല്ലാ റിലേഷൻഷിപ്പും എപ്പോഴും ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കും എന്നൊക്കെ ഞാൻ ചില റീലിലൊക്കെ കണ്ടിട്ടുണ്ടാവുമ്പോ അവരൊന്നും അടി ഉണ്ടാക്കില്ല, ഭയങ്കര സ്നേഹത്തിലാണ്, ഒരു തരത്തിലുള്ള ഇഷ്യൂസും ഇല്ല എന്ന് പറയും. എനിക്ക് അതിലത്ര വിശ്വാസം പോരാ. ഉറപ്പായിട്ടും രണ്ട് വ്യത്യസ്ത ക്യാരക്ടറുള്ള ആൾക്കാരാണ് വരുന്നത്. എത്ര ലവ് മാരേജ് എത്ര വർഷം പ്രണയിച്ചു എന്ന് പറഞ്ഞാലും അവരുടെ ഇടയിൽ ചെറിയ ചെറിയ ക്ലാഷസ് വരും, അതായത് അഭിപ്രായ വ്യത്യാസങ്ങൾ വരും. അപ്പോൾ ഉറപ്പായിട്ടും അവിടെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂ വരും. അപ്പം നിങ്ങൾ ഒരുപാട് നാൾ അതിനെ നീട്ടിക്കൊണ്ട് പോവാതെ
എവിടെയാണോ ഇങ്ങനെ അഭിപ്രായ വ്യത്യാസം വരുന്നത് അത് പരസ്പരം സംസാരിച്ച് ശരിയാക്കുന്നതല്ലേ നല്ലത്. അങ്ങനെ സംസാരിക്കുന്നതാണ് നമ്മുടെ ആരോഗ്യത്തിന് നല്ലത്. അല്ലെങ്കിൽ ഇങ്ങനെ ഉള്ളിൽ വെച്ചോണ്ടൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ തീരും ഗൈസ്. ചെറിയ ചെറിയ തെറ്റിദ്ധാരണകളായിരിക്കും, അത് സംസാരിച്ചാൽ തീരുന്ന പ്രശ്നങ്ങളും ആയിരിക്കും. അപ്പം വെറുതെ ഒന്ന് ആഴ്ചയിൽ ഒരു ദിവസമോ ഒക്കെ ഒന്ന് ഇരുന്നൊന്ന് സംസാരിക്കുകയും അത് ഒന്ന് ഇൻറ്റിമേറ്റ് ആയിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ പ്രശ്നം ചിലപ്പോൾ അങ്ങ് സോൾവ് ആയി പോകും. ഇത് മനസ്സിൽ വെച്ചുകൊണ്ടിരുന്ന അവസാനം അതിനകത്ത് കിടന്ന് ചീഞ്ഞളിഞ്ഞ് നാശമായി ഈ സാധനം അങ്ങ് സ്വിച്ച് ഓഫ് ആയി പോയേ ഉള്ളൂ. ഇപ്പോൾ ഇവര് നമുക്ക് പ്രണയിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഗിഫ്റ്റ് ഒക്കെ തരും, വാലന്റൈൻസ് ഡേ ഒക്കെ ഓർത്ത് വെക്കും, പിന്നെ ബർത്ത്ഡേസ് ഒക്കെ ഓർത്ത് വെച്ച് നമുക്ക് ഗിഫ്റ്റുകളൊക്കെ തരും, അല്ലെങ്കിൽ വിഷെങ്കിലും കറക്റ്റ് സമയത്ത് ചെയ്തിരിക്കും. ഇങ്ങനെയൊക്കെയുണ്ട്. ചിലപ്പോൾ പറയും പോലെ തോന്നുന്നു എനിക്ക് ചെറുതായിട്ട്. പക്ഷെ ഇപ്പൊ മാരേജ് കഴിഞ്ഞിട്ട് ചിലപ്പോ അത് ഓർക്കണമെന്നില്ല, ഞാനും ഓർക്കാറില്ല ചിലപ്പോ. അപ്പൊ രണ്ടുപേർക്കും ആ പ്രശ്നം വരുവേ. അപ്പൊ അതൊന്ന് മനസ്സിൽ വെക്കണത് നല്ലതാ. ചിലപ്പം വേറെന്തെങ്കിലും കാര്യത്തിലൊക്കെ ഉള്ള ടെൻഷൻ കാരണം ചിലപ്പം 12 മണിക്ക് എണീറ്റ് വിഷ് ചെയ്യണം, അങ്ങനത്തെ പരിപാടി ചിലപ്പോൾ കാണൂല. ചിലപ്പോൾ ഗിഫ്റ്റ്സ് തരാനുള്ള ഒരു സാമ്പത്തിക സ്ഥിതി ഉണ്ടാവില്ല പാർട്ണർക്ക്. അപ്പൊ നമ്മളത് മനസ്സിലാക്കി അന്നപ്പം നീ തന്നു ഇന്ന് തന്നില്ല അങ്ങനത്തെ ഉള്ള വിഷയം വരാതെ അതങ്ങ് കൂളായിട്ട് സംസാരിച്ചങ്ങ് പോവുക. അതിനൊരു വലിയ ഇഷ്യൂ ആക്കേണ്ട ഒരു കാര്യമില്ല. പിറ്റേ ദിവസം ഒരുമിച്ച് അങ്ങോട്ട് പുറത്തോട്ട് പോവുക, ഒരു സിനിമയ്ക്ക് പോവുക, തീരാന്നുള്ള പ്രശ്നമേ ഉള്ളൂ. അപ്പൊ എല്ലാവരും എന്താ പറയാ, നമുക്ക് ഭൂമിയിൽ വളരെ കുറച്ച് സമയമേ ഉള്ളൂ. അപ്പൊ അതൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇങ്ങനെ അടിച്ച് പൊളിച്ചങ്ങോട്ട് പോവുക. കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ കൂടെയൊക്കെ ടൈം സ്പെൻഡ് ചെയ്ത് ഹാപ്പി ആയിട്ട് അങ്ങോട്ട് പോവുക. അതെ. അപ്പൊ നമ്മൾ എന്തൊക്കെയാ ഈ വീഡിയോയിൽ പറഞ്ഞത്? ഈ വീഡിയോയിൽ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ നമ്മൾ എന്താ ചെയ്യുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ഫസ്റ്റ്. പിന്നെ റീചാർജ് ഇടയ്ക്കിടയ്ക്ക് ചെയ്യണം, പിന്നെ ചെറിയ രീതിയിലായാലും. പിന്നെ എക്സ്പെക്ടേഷൻസ് കുറച്ച് കുറയ്ക്കുക രണ്ടുപേരും. ഇത്രയൊക്കെ ഉള്ളൂ. വേറെ എന്തെങ്കിലും പോയിന്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിനെ പറ്റിയുള്ളത് ഒക്കെ കമന്റ്സിൽ പറയുക. ഇത് ആർക്കാ അയച്ചു കൊടുക്കേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായിട്ടുണ്ടോ? അയാൾക്ക് ഇത് അയച്ചു കൊടുക്കുക. നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിൽ ആരാണോ ഏറ്റവും കൂടുതൽ പെർഫെക്റ്റ് അവരെ ഇവിടെ മെൻഷൻ ചെയ്യുക. നമുക്ക് ആ പെർഫെക്റ്റോളി ആരാന്നൊന്ന് കാണാം. അതുപോലെ ഈ വീഡിയോ ആരുടെ അടുത്തെങ്കിലും നിങ്ങൾക്ക് ഈ കാര്യം പറയണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഇതങ്ങോട്ട് ഷെയർ ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ നിങ്ങൾ നമ്മളെ വീഡിയോസ് കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. വേറെയും പുതിയ പുതിയ നല്ല നല്ല വീഡിയോസ് ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. ബൈ ബൈ.